ദുബായിലത്തെ എൻ്റെ ക്യാഷ്യർ ജോലി റിസൈൻ ചെയ്തിട്ട് ഇപ്പോഴേക്ക് 3 വർഷമായി. അതായത് അന്ന് ഞാനൊരു വർഷം ഉണ്ടാക്കണതൊക്കെയാണ് ഇപ്പോൾ ഞാൻ ചില മാസങ്ങളിൽ ഉണ്ടാക്കണത്. അതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അന്ന് എൻ്റെ വൈഫ് പ്രഗ്നൻ്റാണ്. അപ്പോൾ ഇതെങ്ങനെയും വർക്കൗട്ട് ചെയ്യിച്ചെടുത്തേ പറ്റൂ. എൻ്റെ മുന്നിൽ വേറെ ഓപ്ഷൻ ഇല്ല. അതായത് ഇംഗ്ലീഷുകാരൊക്കെ ഓരോന്ന് ചെയ്യണ കാണുന്നുണ്ട്, അവർ ഇൻ്റർനെറ്റിൽ കൂടെ പൈസ ഉണ്ടാക്കണ കാണുന്നുണ്ട്. എൻ്റെ കയ്യിൽ ആകെ ഒരു ഫോണും ഇൻ്റർനെറ്റും പിന്നെ പഠിക്കാനുള്ളൊരു മൈൻഡും ഇത് മാത്രമേ ഉള്ളൂ. ഞാനങ്ങനെ പഠിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഈ സായിപ്പന്മാർ ഈ പൈസ ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ കോഴ്സുകൾ നോക്കുന്നുണ്ട്. കോഴ്സുകൾ നോക്കുമ്പോഴൊക്കെ $1000 $600. അപ്പോൾ അതൊന്നും എന്നെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റൂല. അങ്ങനെ ഈ ക്രിപ്റ്റോ നോക്കണ്, ട്രേഡിങ് നോക്കണ്. ക്രിപ്റ്റോ ട്രേഡിംഗ് ഒക്കെ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇത് പെട്ടെന്ന് നടപടിയാവുന്ന പരിപാടിയല്ല, ഇന്ത്യയിൽ അധികം സമയമല്ല, ഇത് പെട്ടെന്ന് നടപടിയാക്കിയേ പറ്റൂ. അങ്ങനെയാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യണത്. പലതും അങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്ത് നോക്കി അവസാനം ആമസോണിലേക്ക് എത്തണത്. ആദ്യം സാധനം വിറ്റ് പോയില്ല, പിന്നെ നമുക്കൊരു മെത്തേഡ് മനസ്സിലായപ്പോൾ ആ മെത്തേഡ് ട്രൈ ചെയ്തപ്പോൾ സാധനം വിറ്റ് പോകുന്നുണ്ട്, പക്ഷെ പ്രോഫിറ്റബിൾ അല്ല. പിന്നെ ആ മെത്തേഡിൽ തന്നെ എങ്ങനെ പ്രോഫിറ്റബിൾ ആയിട്ട് ചെയ്യണമെന്ന് മനസ്സിലാക്കി. അങ്ങനെ ഞാൻ പ്രോഫിറ്റബിൾ ആയിട്ട് ആ മെത്തേഡിൽ ചെയ്യാൻ തുടങ്ങി. പക്ഷേ അതും ജനറിക് ആയിട്ടുള്ള ഐറ്റംസിൽ ചെയ്യണത്. അപ്പോഴും നമുക്കൊരു സൈഡ് ഇൻകം പോലെ കിട്ടുള്ളൂ. ഞാനിവിടെ ജോലി ഇല്ലാണ്ട് എനിക്ക് സൈഡ് ഇൻകം പോരാ. എനിക്ക് അറ്റ്ലീസ്റ്റ് മിനിമം അന്നത്തെ എൻ്റെ ഒരു മൈൻഡിൽ ഒരു 5000 എത്ര മുകളിലാണെങ്കിലും കുഴപ്പമില്ല. കാരണം എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നിരുന്നത് അതാണ്. അപ്പോൾ എനിക്ക് അതെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ സമാധാനമായല്ലോ എന്നുള്ള സാധനം. വൈറ്റ് ലേബലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്ന് മനസ്സിലായി. അതിൽ പ്രൈവറ്റ് ലേബലിംഗ്, മിനി പ്രൈവറ്റ് ലേബലിംഗ്, ബ്രാൻഡ് രജിസ്റ്ററിങ്, അങ്ങനത്തെ പല ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ബ്രാൻഡ് രജിസ്റ്റർ ആണെങ്കിൽ പിന്നെയും വീണ്ടും ചിലവാണ്. അപ്പോൾ ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യാണ്ട് തന്നെ എങ്ങനെ പ്രൈവറ്റ് ലേബൽ ചെയ്യുക? അപ്പോൾ ആ മെത്തേഡിൽ ഞാനൊരു പിടിപിടിച്ച് നോക്കി. അതിലാണ് എനിക്ക് ശരിക്കും വലിയ പ്രോഫിറ്റുകൾ കിട്ടാൻ തുടങ്ങിയത്. അങ്ങനെയാണ് എനിക്ക് ആക്ച്വലി ആമസോൺ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റിയതും ഈ പറയുന്ന ഇൻകമൊക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റിയതും. നിങ്ങളിപ്പോൾ എൻ്റെ ഈ പ്രൊഫൈലിൽ കാണുന്ന പല സെയിലുകളൊക്കെ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻകമാണ്. ഫസ്റ്റത്തെ ഇൻകമിൻ്റെ ഒന്നും ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടില്ല. നല്ല ഇൻകം വരാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ അതൊക്കെ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. അതായത് ആഴ്ചയിൽ 5000 ആണ് നമ്മുടെ ഒരു ടാർഗറ്റ്. അപ്പോൾ ആഴ്ചയിൽ 5000 അതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അതൊക്കെ നമുക്കൊരു ഭയങ്കര മൈൽ സ്റ്റോണാണ് അന്നത്തെ ഒരു ഇതിൽ വെച്ച് നോക്കുമ്പോൾ. അതായത് നമുക്കൊരു ഫാക്ടറി വേണ്ട, നമുക്ക് സ്വന്തമായിട്ട് വെയർ ഹൗസ് വേണ്ട, ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ പ്രൈവറ്റ് ലേബലിംഗ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് വ്യക്തമായിട്ട് 2 വർഷമായിട്ട് ഹസിൽ മലബാറിലുണ്ട്. അപ്പോൾ പുതിയ ക്ലാസ്സസിൽ അതിൻ്റെയും അഡ്വാൻസ്ഡ് ലെവലുകളും പിന്നെ ഈ AI വന്നതിൻ്റെ ഇൻ്റഗ്രേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഹസിൽ മലബാർ 2.0. അപ്പോൾ ഈ പറയുന്ന ഈ $1000 കൊടുത്ത് പഠിക്കാനിരുന്നിരുന്ന സാധനമാണ് ഞാൻ ഈ ഒരു ബക്കറ്റ് KFCയുടെ പ്രൈസിന് ഇപ്പോൾ റോൾ ഔട്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഹസിൽ മലബാർ 2.0 വരുന്ന വരെ ഉണ്ടാവുള്ളൂ ആ ഒരു പ്രൈസ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാറും കേട്ടോ. ശരി. അപ്പോൾ